ഇന്ന് നമ്മൾ ഇനിയുള്ള ഇന്നത്തെ സെഷൻസിൽ ആദ്യത്തെ ടിപ്സ് ഞാൻ തരുന്നു. ആ ടിപ്സ് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ട രീതിയും ഞാൻ തരുന്നു. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇങ്ങനെ എടുത്ത് ഒരു ശബ്ദത്തെ ഇങ്ങനെ എടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് നിലനിർത്തിയിട്ട് ഒരു 15 മാത്ര ആ ശബ്ദം അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ കേട്ടോ, 15 മാത്രം. അതേ സാധനം തന്നെ അപ്പം എന്ന് കിട്ടി. അപ്പം ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ അകാരം തുറന്നിരിക്കുക. അപ്പം അകാരഹ എന്നിരിക്കുക. ഇത് തന്നെ നമ്മൾ അപ്പം നമ്മളുടെ ചീക്ക് ഇങ്ങനെ വികസിച്ചിരിക്കുക. പിന്നെ നമ്മളുടെ ഇത് 15 മാത്രം. 15 മാത്രം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 15 നമ്പർക്ക് വിരൽ എണ്ണിയാൽ മതി. ഇങ്ങനെ നമ്മൾ കോരി ഇങ്ങനെ എടുക്കണം. അടുത്തത് പതിനഞ്ച് മാത്ര. അപ്പോൾ 5 മാത്ര സൈലൻ്റ് ആവും മിക്കവാറും. മനസ്സിലായി? ചിലവർക്ക് 5 മാത്രം ഫുള്ള് കിട്ടും. അപ്പോൾ നമ്മളൊന്നും കൂടെ നമ്മളത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കിട്ടി, ഫുള്ള് കിട്ടി. അപ്പം ആദ്യത്തേത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് അനുനസിക്കണം. അപ്പം കണ്ടോ, ഇത് ഫസ്റ്റ് ടിപ്സിനകത്തെ വാമപ്പാണ്. 15 മാത്ര അങ്ങനെ നമ്പർ എണ്ണി ശ്വാസം ബ്രീത്തിനെ നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ടിപ്സ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയും ഈ വാമപ്പായിട്ട് ഇത് നിങ്ങൾ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഈ വാമപ്പിനെ നമ്മൾ കുറച്ചും കൂടെ മൾട്ടിപ്പിൾ വെർഷനിലേക്ക് കടത്തിവിടും. അപ്പോൾ ശ്രുതി മാറ്റുക എന്നാണ് പറയുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്ന, പലപ്പോഴും കീബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സി കട്ടയിൽ തുടങ്ങി ഞെക്കി വെച്ചാൽ സി ആദ്യം തീർക്കുക. പിന്നെ ഡി കട്ടയിലാണെങ്കിൽ ഡി കട്ട. അപ്പം സാ എന്നുള്ളത് നമ്മൾ എടുത്തല്ലോ. അടുത്തത് രീ, കണ്ടോ? അപ്പം ഈ അടുത്തത് ഗാന്ധാരം. അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മധ്യമം. പ്രോസസ്. ദെൻ പഞ്ചമം ആ പ്രോസസ്. പിന്നെ ധൈവതം അടുത്ത പ്രോസസ്സ്. നിഷാദം എന്നുള്ള പ്രോസസ്സ്. അപ്പം ഫുള്ളായി. ഇതാണ് വാമപ്പ് എക്സസൈസ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ ചെയ്തേക്കുക. അപ്പം നിഷാദം വരെ നമുക്ക് ശബ്ദം പൊക്കാനും പറ്റി, ആ ബെൻഡിങ് നോട്ട്സ് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്സ്. ഇത് നിങ്ങൾ വെറുതെ എവിടെ പോയിരുന്നാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ ഒരു മുറിക്കുള്ളിൽ നടുക്ക് പോയിരുന്നിട്ട് നിങ്ങൾ ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ, കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൺട്രോളിങ് നമുക്ക് വന്നു ചേരും. ഈ കൺട്രോളിങ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പുള്ളത്. രണ്ട്, നമ്മൾ ഒരു സ്വരത്തെ നസിച്ചുകൊണ്ടിരിക്കുക. അത് 5 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആകാം. പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് തൊണ്ടയുടെ ക്ലാരിറ്റി, കണ്ഠത്തിൻ്റെ ക്ലാരിറ്റി റെഡിയാവും, 100% റെഡിയാവും. അപ്പം അതിന് വേണ്ടുന്ന ഒരു എക്സസൈസാണ് സാ 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 സാ. ഈ സ്വരം ഇങ്ങനെ നസിച്ചുകൊണ്ടിരിക്കുക. ഇത് 1 hour 5 minutes ആവും. രീ 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 ഇത് നസിച്ചുകൊണ്ടിരിക്കുക. ഗ ഗ ഗ ഗ ഗ ഗ. ഈ സ്ഥാനം, ആ സ്വരം മാത്രമേ രസിക്കാൻ പാടുള്ളൂ. മാ 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 മാ. പ പ പ പ പ പ. ധ ധ ധ ധ ധ ധ. നീ 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 നീ. സാ 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 സാ. കണ്ട, ഈ ഏരിയയിലെത്തിയപ്പോൾ എൻ്റെ വോളിയം കറക്റ്റ് ലൗഡനായി. അല്ലെങ്കിൽ സാ 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 സാ. നീ 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 നീ. ധ ധ ധ ധ. കുറച്ച് ഞാൻ വോളിയംസ്. പ പ പ പ പ പ. മാ 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 മാ. ഗ ഗ ഗ ഗ ഗ ഗ. രീ 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 രീ. സാ കേൾപ്പിക്കുന്നേ ഇല്ല. ഇങ്ങനെ. അപ്പോൾ വോളിയം നമ്മൾ വോളിയത്തിനെ നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി ചെയ്തു, ഹൈ വോൾ ലൗഡനാക്കി കുറച്ച് കൊണ്ടു. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യാം. താങ്ക് യു. ടിപ്സ് നമ്പർ 3, അതിൻ്റെ വാമപ്പ് എക്സസൈസ്. നിങ്ങൾ ആന്തോളനം ചെയ്യുക എന്നാണ് പറയുന്നത്. ശബ്ദത്തിനെ ഇട്ട് അമ്മാനമാടുക. അപ്പോൾ നമ്മൾ ശബ്ദത്തിനെ അമ്മാനമാടുന്ന സമയത്ത് നമ്മൾ ഈ എക്സസൈസ്, ഇത് നമ്മൾ ശരിക്കും ചെവി അടയുന്ന രീതിയിൽ ഹൈ പിച്ചിൽ പോവുകയും അവിടെ നിന്ന് തിരിച്ചിറങ്ങി താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഇത് നിങ്ങൾ മാക്സിമം കൂടുതൽ ടൈം ചെയ്യുക. ടിപ്സ് നമ്പർ 4, വാമപ്പ്. നമ്മളുടെ ഒരു കൈ നമ്മളുടെ ഈ ഭാഗത്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ശബ്ദം കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെടുക്കുക. ആ പാട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടെടുക്കുക. ഇപ്പോൾ താമരക്കിളി 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 താമരക്കിളി. രണ്ടാമത്തെ കൈ എടുത്ത് വെക്കുക. പാടുന്നു 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 താമരക്കിളി പാടുന്നു. ഇവിടെ വെക്കുക കൈ. തെയ് തെയ് തകതും തെയ് തെയ് തകതും തെയ് തെയ് തകതും തെയ് തെയ് തകതും. താളിയോലകളാടുന്നു താളിയോലകളാടുന്നു താളിയോലകളാടുന്നു. കണ്ടോ, പ്രോബ്ലംസ് ഉണ്ട് നമുക്കറിയാം, പക്ഷെ പതുക്കെ ശരിയായിക്കോളും. തെയ് തെയ് തകതും തെയ് തെയ് തകതും തെയ് തെയ് തകതും. നിരവധി തവണ ഈ ടെമ്പോ നമ്മൾ ഇങ്ങനെ താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു. ഓക്കെ, ഈ സ്പീഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു. നമ്മൾ കുറച്ചും കൂടെ എനർജി അവിടെ ഇട്ടു. വീണ്ടും നമ്മൾ സ്പീഡ് ഇത്തിരി കൂടെ കൂട്ടുന്നു. താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു താമരക്കിളി പാടുന്നു.
നമ്മൾ കുറച്ചും കൂടെ ആയാസം അവിടെ ഇട്ടു. ഇത് തീരുന്നത് വരെ ഓരോ ഫ്രേസും കട്ട് ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീഡ് കൂട്ടിയും കുറച്ചും ഒരു 1 hour എങ്കിലും നമ്മൾ പഠിക്കേണ്ട പാട്ട് പഠിക്കാം. ടിപ്സ് നമ്പർ 5, നമ്മൾ ഒരു ഗാനത്തെ പഠിക്കേണ്ട രീതിയുടെ എക്സസൈസിൻ്റെ മെത്തേഡ്സിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ആ സ്വരങ്ങൾ, ഏതെങ്കിലും കുറച്ച് സ്വരങ്ങൾ, അത് കുറച്ച് സ്വരങ്ങളെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൃത്യമായ കണക്കിൽ ഉൾപ്പെടുത്താം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ സരി ഗമ പധ നി സ വരെയുള്ള സ്വരങ്ങളാക്കിയാലോ നല്ല രസകരമായിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ സരി ഗമ പധ നി സ കണ്ട, അപ്പോൾ അത് പൊങ്ങ ഇപ്പം സരി ഗമ പധ നി സ ഒറ്റ ശബ്ദത്തിലാണെങ്കിൽ അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മ്യൂസിക്കലി ആ ശബ്ദ സ്വരങ്ങളെ നമ്മൾ പൊക്കി ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി പൊക്കിയപ്പോൾ നമ്മളുടെ അതിൻ്റെ ശബ്ദത്തിൻ്റെ ശബ്ദം, ആ ശബ്ദത്തിൻ്റെ ഉയർച്ച, ആ ശബ്ദത്തിൻ്റെ എന്താണ് പൊങ്ങിയത്, ഭാവവും താളവും അതുപോലെ രാഗവും ഒരുമിച്ച് പൊങ്ങുക, ഫ്ലൈറ്റ് മോഡിലേക്ക് എത്തി. പക്ഷേ അത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് നമ്മൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ പൊങ്ങി ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു ആർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ആ സരിഗമ പദനിസ കണ്ട, സരിഗമ പദനിസ സരിഗമ പദനിസ സരിഗമ പദനിസ സരിഗമ പദനിസ സരിഗമ പദനിസ സരിഗമ പദനിസ, ഇതിങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സ്പീഡിലല്ലാത്ത രീതിയിൽ നമ്മളിത് പറയണമെങ്കിൽ ചുമ്മാ ഇരിക്കുക, സുമ്മാ ഇരി മെത്തേഡ്സാണ്. സ രി ഗ മ പ ധ നി സ. സുമ്മായിരി, ഒരു സുമ്മായിരി, അതൊരു സ്ട്രക്കാറ്റോ നോട്ടാണ് അതിലിപ്പോൾ ചെയ്യുന്നത്. വെസ്റ്റേൺ മ്യൂസിക്കിലെ സ്ട്രക്കാറ്റോ നോട്ട്, ബാലൻസ് ഇല്ല. സ, മനസ്സിലായോ? അപ്പം ഈ സ്വരങ്ങളെല്ലാം തന്നെ സ രി ഗ മ പ ധ നി സ, വെറുതെ ഇരി, സ്പീഡിൽ ചെയ്യുക. സ രി ഗ മ പ ധ നി സ, കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യുക. സ രി ഗ മ പ ധ നി സ, സ രി ഗ മ പ ധ നി സ, സ രി ഗ മ പ ധ നി സ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചുമ്മാരി അവിടെ കിട്ടും. കട്ടിങ് ഓഫ് ദ ഡൈനാമിക്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ നി ദ പ മ ഗ രി സ, സ നി ദ പ മ ഗ രി സ, സ നി ദ പ മ ഗ രി സ, ഇത് നമുക്ക് കിട്ടും. ഈ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ആവുകയാണ്. സ ടി ക മ പ ധ നി സ, സ നി ദ പ മ ഗ രി സ, ഇത് കിട്ടുകയാണ്. ഇപ്പം ഇത് കിട്ടുന്ന സമയത്ത് ഈ അകാര വിദ്യ നമുക്ക് കിട്ടുകയാണ്. ഇത് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ ആ ആ ആ ആ ആ ആ ആ ആ മേളിൽ താഴ്ന്ന് കീഴ്പ്പെട്ടത് ആ ആ 3 4 ആ 3 4 ആ 3 4 ആ 3 4 ആ 3 4 ആ 3 4 ആ 3 4. ഇത് നമ്മൾ സ്പീഡ് ചെയ്യേണ്ട വിദ്യ ഞാൻ പറഞ്ഞു തന്നു. സ്ലോ ചെയ്യണം.
എന്തിനാണത് സ്ലോവിൽ ചെയ്യുന്നത്? സ്പീഡിൽ ചെയ്യാനായിട്ടാണ്. അപ്പം നമ്മളുടെ മസിൽസ്, സ്റ്റൊമക്കിൻ്റെ മേളിലുള്ള മസിൽസ് വെരി അഗ്രസീവായിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. ശ്വാസ നിയന്ത്രണത്തിൻ്റെ ഒരു കല്ല് വെച്ച് നമ്മുടെ വയറ്റത്ത് ഇടിച്ചാലും നമ്മൾ വീഴില്ല. അത്രയ്ക്ക് പവറായിട്ട് നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ മേളിലുള്ള ഭാഗം ക്ലിയറാവും. ആ ക്ലിയറിനോടെ ശ്വാസനിർദ്ദനം ചിത്രചേച്ചി മുതൽ മറ്റുള്ള ധാരാളം പേര് പല പല ഗാനങ്ങളിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ധാരാളം മറ്റേ കൃഷ്ണ എന്ന് പറഞ്ഞ നന്ദനൻ സിനിമയിലെ പാട്ടൊക്കെ ചിത്രചേച്ചി വളരെ മനോഹരമായി പാടിയതിൻ്റെ പിന്നിലുള്ള സീക്രട്സ് ഈ ആരോഗ്യാവസ്ഥയാണ്. ദാസേട്ടൻ ധാരാളം ആരോഗ്യാവസ്ഥ അപ്ലൈ ചെയ്തിട്ടുണ്ട് ധാരാളം പാട്ടുകളിൽ കേട്ടോ. ടിപ്സ് നമ്പർ 6, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഓഷ്ടം വെച്ചുകൊണ്ട് ശബ്ദങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ചുണ്ടുകൾ. നമ്മളുടെ ഓഷ്ടത്തിൽ നിന്ന് ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കും. ആ ശബ്ദങ്ങൾ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ വൈബ്രേഷനിലേക്ക് ഈ ശബ്ദം വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നോക്കൂ, ചുണ്ട് ശരിക്കും കറക്കുന്നു, നമ്മളൊന്ന് വയബിളാക്കുന്നു, ഞെക്കുന്നു, വീണ്ടും ഞെക്കുന്നു, എന്നിട്ട് പുറത്തേക്ക് മലയാളത്തിൽ പറഞ്ഞ തുപ്പുന്നു. കണ്ടോ? അപ്പം ചുണ്ട് രണ്ടും അടുപ്പിച്ച് വെക്കുന്നു. നമ്മളതിനെ ശക്തമായിട്ട് അമർത്തിയിട്ട് ഇങ്ങനെ ഇടവിട്ട് അടുപ്പിച്ച് കുറച്ച് നേരം ചെയ്യുക. കണ്ടോ? 3 പ്രാവശ്യം. പിന്നെ അത് കുറച്ച് നേരം ചെയ്യണം. പിന്നെ എന്താ, ഇപ്പം നമ്മൾ ചെയ്തത് ഷഡ്ജത്തിലാണ്. രണ്ടാമത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഋഷഭത്തിലേക്ക് അത് കൺവെർട്ട് ചെയ്യണം. പിന്നെന്താ? ഗാന്ധാരത്തിലേക്ക് മാറ്റണം. പിന്നെന്താ? മധ്യമത്തിലേക്ക് മാറ്റണം. പഞ്ചമം. ധൈവതം. നിഷാദം. ഈ ശബ്ദങ്ങൾ നമ്മളിപ്പോൾ ഞാൻ തുടങ്ങിയത് കുറച്ച് ഹയർ പിച്ചിലാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്കത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കാണിച്ചത്. ഇത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രയും ക്ലാരിറ്റി നിങ്ങളുടെ ശബ്ദത്തിന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1.5 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങിയിരിക്കണം. 1.5 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 7, സ്വരങ്ങൾ അടുപ്പിച്ച് പാടുകയും. സരിഗമ 4 സ്വരമായി. അടുത്ത സ്വരത്തിലേക്ക് കടക്കുകയും അതിൻ്റെ കണ്ടിന്യൂറ്റി അടുത്തത് പാടുകയും. ദിഗമപ അടുത്ത ഒരു സ്വരത്തിലേക്ക് ചാടി അടുത്ത 4 സ്വരം പാടണം. ഗമപധ 3 എണ്ണാമ ആയിക്കഴിഞ്ഞാൽ ഇത് 3ഉം കൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ആ ആ ആ
ആ കിട്ടിയില്ലേ? ആ തൊണ്ടയിലിട്ട് ഇടിക്കുകയാണ് ചെയ്യണത്. ആ ആ ആ ആ ഇത്രയും മതി. ഇത് നമ്മൾ തിരിച്ചും ചെയ്യണം. ആ തിരിച്ചും ചെയ്യണം. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ പ്ലേറ്റ് മാറിപ്പോവാനും ശ്രുതി മാറിപ്പോവാനും സാധ്യതയുണ്ട്. ഇത് ഇത് നമ്മളുടെ മലയാള അക്ഷരങ്ങളായിട്ടുള്ള സ്വരാക്ഷരങ്ങളിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, ആ, ഈ, ഊ, ഊ അതിൽ. പിന്നെയോ ഇത് തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിലും എക്സസൈസ് ചെയ്യണം. തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യണം. കായ്ക്ക. അടുത്തത് ഓക്കെ. കായ്ക്ക ഗ ഓക്കെ. ഇത്തിരി ടഫാണ്, ഇത്തിരി എഫർട്ട് അവിടെ ഇടണം. അപ്പോൾ ഗ കിട്ടി, കായ്ക്ക ഗ കിട്ടി. ഇനി കായ്ക്ക ഗായ്ക്ക ഇത് ഞാൻ സാമ്പിൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതെല്ലാത്തിലും സമയമെടുത്ത് ചെയ്യുക. ടിപ്പ് നമ്പർ 8, ഒരു ശബ്ദം നമ്മൾ അടുത്ത ശബ്ദം ഹയർ നോട്ട് പാടണം. അപ്പോൾ സാ സാ രീ രീ ഗ ഗ കണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ സാ രേ ഗ മ പ ധ നി സാ 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 രേ രേ ഗ ഗ മ മ പ പ ധ ധ നി നി സാ സാ. ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യണം. ഇത് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹയർ നോട്ടിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഇനി ടിപ്പ് നമ്പർ 9, നമ്മൾ വട്ടം കറങ്ങുക. വട്ടം കറങ്ങുന്നത് എങ്ങനെയാണ്? സാ രേ ഗ മ പ ധ. ധായ്പദമെത്തിയാൽ തിരിച്ച് വന്നോണം. ധ പ മ ഗ രേ സ സരി ഗ മ പ ധ ധ പ മ ഗ രേ സ സരി ഗ മ പ ധ ധ പ മ ഗ രേ സ. അപ്പോൾ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സരി രി സ സരി രി സ സരി രി സ സരി രി സ. കണ്ട? സരി രി സ സരി രി സ ആ രി ഗ ഗ രി രി ഗ ഗ രി ഗ മ മ ഗ ര ഗ മ മ ഗ മ പ പ മ മ പ പ മ പ ധ ധ പ പ ധ ധ പ ധ നി നി ധ ധ നി നി ധ നി സ സ നി നി സ സ നി സ രി രി സ സ രി രി സ സ രി രി സ നി സ സ നി ധ നി നി ധ. കണ്ട? വട്ടം കറങ്ങുക. സരി രി സ നി സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ മ ഗ മ മ ഗ രി ഗ ഗ രി സ രി രി സ സ രി രി സ രി ഗ ഗ രി ഗ മ മ ഗ മ പ പ മ പ ധ ധ പ ധ നി നി ധ നി സ സ നി സ രി രി സ സ രി രി സ നി സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ മ ഗ മ ഗ ഗ രി ഗ ഗ രി സ രി രി സ. ഇത് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ചെയ്യണമെന്നൊരു സിസ്റ്റം ഒന്നുമില്ല കേട്ടോ. ആദ്യത്തേത് തന്നെ ഒരു അനവധി തവണ ചെയ്തോളൂ. സരി രി സ സരി രി സ സരി രി സ സരി രി സ. അത് പൊക്കം
കൂട്ടിക്കൊണ്ടുവരുന്നുള്ളൂ ശബ്ദം. സരി രീസ സരി രീസ സരി രീസ സരി രീസ രിഗ ഗരി രിഗ രി രിഗ ഗരി രിഗ ഗരി രിഗ ഗരി രിഗ ഗരി ഗമ മഗ ഗമ മഗ ഗമ മഗ ഗമ മഗ മ പപ മമ പപ മമ പപ മമ പപ മ പദ ദ പ പദ ദ പ പദ ദ പ പദ ദ പ ധനി നി ദ ധനി നി ദ ധനി നി ദ ധനി നി ദ നി സ സനി നി സ സനി നി സ സനി നി സ സനി സരി രി സ സരി രി സ സരി സരി രി സ സരി രി സ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അടുത്ത ഹയർ നോട്ടും കൂടെ പാടണം. സരി രിഗ ഗരി രിഗ ഗരി രിഗ ഗരി രിഗ ഗരി ഗമ മഗ ഗമ മഗ ഗമ മഗ ഗമ മഗ മ പപ മമ പപ മമ പപ മമ പപ മ പദ ദ പ പദ ദ പ പദ ദ പ പദ ദ പ. അവിടം വരെ പാടിയേ, മിനിമം അവിടെ വരെ പാടിയിട്ട് തിരിച്ചിറങ്ങി വരണം. പദ ദ പ പദ ദ പ പദ ദ പ പദ ദ പ മ പപ മമ പപ മമ പപ മമ പപ മ ഗമ മഗ ഗമ മഗ ഗമ മഗ ഗമ മഗ രിഗ ഗരി രിഗ ഗരി രിഗ ഗരി രിഗ ഗരി സരി രി സ സരി രി സ സരി രി സ സരി രി സ. കണ്ട, ഇങ്ങനെ താഴത്തേക്കും മേളിലേക്കും ഇറങ്ങി വരണം. ഒരു സ്വരം തന്നെ നമ്മൾ വിറപ്പിച്ച് പാടണം. സാരി ഗ മ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വിറപ്പിച്ച് പാടുമ്പോൾ അങ്ങനെ പാടരുത്. സാ, തൊണ്ടയിലാണ് വിറപ്പിക്കേണ്ടത്. സാ കണ്ട, രീ കണ്ട, ഗ മാ പാ ധ നീ സാ. ഇത് തന്നെ മേളിലേക്കും വരണം. അപ്പോൾ ഈ വിറപ്പിച്ച് പാടുന്ന ശബ്ദങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നുകൂടെ ശ്രമിച്ചോളൂ. വിറപ്പിച്ച് പാടണം, വിറപ്പിച്ച് പാടണം. ഓരോ സ്വരത്തെ തൊണ്ട വെച്ച് വിറപ്പിച്ച് പാടണം, കണ്ഠം വെച്ച് വിറപ്പിക്കണം. അപ്പോൾ കണ്ഠത്തിൽ വിറയ്ക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. സാ, നമ്മുടെ വൈറ്റ് സ്റ്റൊമക്കിൽ പ്രസ് ചെയ്യുമ്പോൾ ശബ്ദം കൂടും. സാ രീ. ഇത് അപ്ലൈഡ് ആർട്ടാണ്. അപ്പം കണ്ട, മാ പാദ നീ സാ രീ ഗ മാ പാ ധ നീ. ആ വൈബ്രേഷനിലേക്ക് നമ്മളവിടെ എത്തിച്ച് തിരിച്ചിറങ്ങി വരണം. അപ്പോൾ അതാണ് നമ്പർ 9. നമ്പർ 10 ഇതൊരു ഒരു ഒരു എക്സസൈസാണ്. ആ എക്സസൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജമ്പിങ് ആണ്. അപ്പോൾ സാരേ ഗമ പധ സാ. അപ്പോൾ നമ്മൾ എന്താ കാര്യം, ആ സാരേ ഗമ പധ ആ അത് നമ്മൾ ചെയ്യേണ്ടതോ വിറപ്പിക്കണം. പത്ത് ടിപ്സും 10 വാമപ്പും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് നിങ്ങൾ അഭ്യാസം ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ പേഴ്സൺ വാട്ട്? പെർഫെക്റ്റ്.